ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസ് സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്താണ്, ഇപ്പോൾ അല്ലുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. നാളല്ല കേട്ടോ, ഡേറ്റ് ആണേ. ഇന്ന് അല്ലൂസിൻ്റെ എക്സാമും സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം തന്നെയാണ്. അല്ലെങ്കിൽ അല്ലൂട്ടൻ്റെ ബർത്ത്ഡേസൊക്കെ ഇനി എക്സാമിൻ്റെ ഇടയിലായിരിക്കും ഞങ്ങൾ പറയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് അല്ലൂട്ടനെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് താഴേക്ക് വിട്ടു. തുമ്പമ്മേനെ എടുത്ത് ഞാൻ താഴേക്ക് പോവാണ് കേട്ടോ. ഇനി അല്ലൂട്ടനെ റെഡിയാക്കി സ്കൂളിൽ വിടണ്ടേ. അമ്പലത്തിൽ പോകണം എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല, കാരണം അത് നടക്കില്ല ഗൈസ്. അവന് റെഡിയായി 8 മണിയാകുമ്പോഴത്തേക്കും വണ്ടി വരും. അപ്പോൾ അതിൽ കയറി പോകണം, എക്സാമും അല്ലേ. അപ്പോൾ രാവിലെ അവനെ കൊണ്ട് അമ്പലത്തിൽ പോയി വരാനുള്ള ടൈമൊന്നും എന്തായാലും കിട്ടത്തില്ല. അല്ലെങ്കിൽ ഇത്തവണത്തെ ബർത്ത്ഡേ നമ്മൾ വളരെ 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 സിമ്പിളായിട്ട്, ഇതുവരെ അല്ലൂട്ടൻ്റെ ബർത്ത്ഡേ കഴിച്ചാൽ ഏറ്റവും വളരെ സിമ്പിളായിട്ടാണ് ഇത്തവണ നടത്തിയിട്ടുള്ളത് കേട്ടോ. അത് വേറൊന്നുമല്ല, ഒന്നാമത് വൈശാട്ടം ഇവിടെ ഇല്ല, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എക്സാം ആണ്. അപ്പം എക്സാം LKG-യിലല്ലേ, കുട്ടികളെ എക്സാം അല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത്യാവശ്യം നന്നായി പഠിക്കാനുണ്ട്. ഇപ്പം CBSE കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു സിലബസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കവർ ചെയ്യണ്ടേ. അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ ഇപ്രാവശ്യത്തത് കുറച്ച് സിമ്പിളാക്കാമെന്ന് വിചാരിച്ച്. അല്ലാതെ ഇവരുടെ അല്ലുവിൻ്റെ തുമ്പീൻ്റെ ആണെങ്കിലും ഫസ്റ്റത്തെ 2 ബർത്ത്ഡേസും നല്ല അടിപൊളിയായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ വന്നിട്ട് അല്ലുവിന് സ്നാക്സ് പ്രിപ്പയർ ചെയ്യണം. കാരണം ഇപ്പം കുറച്ചായിട്ട് സ്നാക്സ് കൊണ്ടുപോകണം. ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നോമ്പായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് 1 മണിയാകുമ്പോൾ വിടുക, അല്ലെങ്കിൽ 12:15 ആകുമ്പോൾ അവനെ വിടുമായിരുന്നു. അപ്പോൾ സ്നാക്സ് അപ്പം കൊടുക്കണ്ട, ഇപ്പം സ്നാക്സ് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ എപ്പോഴും ഇവന് ഇഷ്ടം എന്താ വെച്ചാൽ ഈ പഴംപൊരി ഉണ്ടാക്കില്ല, അതുപോലെ ഉണ്ടാക്കി കൊടുത്തവൻ കഴിക്കും. അങ്ങനെ ഞാൻ അതൊക്കെ ഉണ്ടാക്കി സ്നാക്സൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ അപ്പുറത്തുനിന്ന് കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഞാൻ മുകളിലേക്ക് വെച്ചു. അങ്ങനെ ഇതൊക്കെ കൊണ്ടുകൊണ്ട് കഴിക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ശരിക്കും മക്കളൊന്ന് വളർന്ന് വലുതായി അവരുടെ കാര്യം അവർ ചെയ്യുന്നത് വരെ നമുക്കൊരു ടെൻഷൻ തന്നെയല്ലേ. അങ്ങനെ അല്ലുട്ടൻ്റെ കഞ്ഞൂടി കഴിഞ്ഞു, ഞാൻ സ്നാക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അവനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ്. കുളിപ്പിച്ച് റെഡിയാക്കി വേഗം വിടണം. റെഡി ആവുന്ന ടൈം ഫുൾ അല്ലുട്ടൻ ഇതേ ചോദിക്കാനുള്ള, അമ്മ എന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, എന്നാൽ ഞാൻ ക്ലാസ്സിലേക്ക് വാച്ച് കെട്ടിപ്പോയാലോ, അല്ലെങ്കിൽ ചെയിൻ ഇട്ടിട്ട് പോയാലോ, അപ്പോൾ മാമനും അമ്മമ്മയും എപ്പോഴാണ് വരിക, ഞാൻ അപ്പോഴത്തേക്കും വരുമോ, ഇതൊക്കെയായിരുന്നു ഫുള്ള് ചെക്കൻ്റെ ഡൗട്ടുള്ളത്. എക്സാമിനെ കുറിച്ചൊന്നും പിന്നെ അവൻ ബോധയോടെ അല്ല, കാരണം അതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. പക്ഷേ ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് കാണുമ്പോൾ ഇവിടെ നിന്ന് അശ്വിനി ആണെങ്കിലോ ഇവരൊക്കെ ചോദിക്കും കേട്ടാ, ഇക്കണക്കിന് അല്ലുട്ടൻ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ചേച്ചീൻ്റെ അവസ്ഥ എന്തേക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു ടെൻഷൻ പാർട്ടിയാണ്. എനിക്ക് എക്സാം ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എനിക്ക് അതിനേക്കാൾ കൂടുതൽ ടെൻഷനാണ് അല്ലുട്ടൻ്റെ എക്സാം എന്ന് പറയുന്നത് കേട്ടോ. സംഭവം ശരിയാണ്, LKG ഒക്കെയാണ്. എല്ലാവരും പറയണത് ഡയലോഗും സെയിം ആണ്. LKG അല്ലേ കുട്ടി, LKG അല്ലേ, നീ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നത്, LKG-യിൽ എത്തിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ LKG UKG എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ ബേസാണ്. ആ ബേസ് വൃത്തിക്ക് കൊടുത്താലാണ് പിന്നീട് അവർക്ക് ഒരു ഈസി പ്രോസസ്സ് ആവുള്ളൂ പഠിക്കാനുള്ള കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ കാണുന്നില്ല ഗായ്സ്. കുറച്ചെങ്കിലും അത് മനസ്സിലാക്കുന്ന റീനമ്മയാണെന്ന് തോന്നുന്നു. അച്ഛനും അമ്മയൊക്കെ എന്നെ എപ്പോഴും ചീത്ത പറയും കേട്ടോ, ഇവൻ ഇങ്ങനെ നീ പഠിക്ക് പറയല്ലേ, അവൻ LKG അല്ലേ എന്ന്. എനിക്കറിയില്ല, നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, ഞാനൊന്ന് നോക്കട്ടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയും കാത്ത് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വണ്ടി കാത്ത് നിൽക്കുന്ന സമയത്തുള്ള ഞങ്ങളുടെ ടോക്സിൽ അത് നല്ല രസമാണ് കേട്ടോ. അവൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ചോദിക്കും, ഡൗട്ടാണ് കേട്ടോ. ഒരു ദിവസം 100 ചോദ്യം ചോദിക്കണം എന്ന് അവൻ എന്തോ ഒരു നിർബന്ധമുള്ള പോലെയാണ്. അപ്പോൾ ഞാനും അവിടെ നിന്ന് അവൻ്റെ കൂടെ ഇങ്ങനെ എന്തൊക്കെയോ പറയും, കുറേ നേരം വർത്താനം പറയും. ഇന്ന് അവന് ഫുള്ള് ചോദിക്കാണ്ടായിരുന്നത് എപ്പോഴാണ് കേക്ക് കട്ട് ചെയ്യുക, ഉച്ചയ്ക്കാണോ വൈകുന്നേരമാണോ രാത്രിയാണോ, അമ്മമ്മയും മാമനും എപ്പോഴാണ് വരിക, എനിക്ക് എപ്പോഴാണ് ബൈക്ക് വാങ്ങുക, തുടങ്ങിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറേ ശ്രമിച്ചു നോക്കി വാച്ചൊക്കെ കെട്ടിയിട്ട് പോകാൻ, പക്ഷെ അതൊന്നും അവിടെ പറ്റില്ല. ഇവരുടെ സ്കൂളിലെ ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒന്നുമില്ല കേട്ടോ. ആനുവൽ ഡേ ഒക്കെ അവർ അടിപൊളിയായിട്ട് എന്താ പറയുക നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊന്നുമില്ല. കാരണം അവിടെ ഓഫൻഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവരൊക്കെ അവർ ഒരു ചാരിറ്റി പോലെ എടുത്ത് പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നുള്ളത് കൊണ്ട് അതൊന്നും അവിടെ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടേക്ക് ഒരു ചോക്ലേറ്റ് പോലും കൊടുത്തേക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾ പെൻസിൽ, പെന്ന്, ബുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പിള്ളേർക്ക് യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്ട്സ് നോക്കി തപ്പി കണ്ടുപിടിച്ചിട്ട് ഓൺലൈനിൽ ഞാൻ വാങ്ങിച്ചിട്ട് അതാണ് ഞാൻ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് പൗച്ചായിരുന്നു. ആ പൗച്ചിനുള്ളിൽ ഒരു സ്കെയില്, 2 പെൻസിൽ, റേസർ, ഷാർപ്നർ തുടങ്ങിയിട്ടുള്ള ആ ഒരു കിറ്റ്, അങ്ങനെ ഒരു കിറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഞാൻ പിള്ളേർക്ക് അല്ലുവിൻ്റെ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് അവരുടെ സ്കൂളിൽ നടന്ന ഒരു സംഭവം തന്നെ, അല്ലാതെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒന്നും അവിടെ അലൗഡ് അല്ല. ഓക്കെ. പിന്നെ അംഗനവാടിയിലൊക്കെ ആണെങ്കിൽ പിന്നെ നന്നായിട്ട് അവൻ്റെ ബർത്ത്ഡേ എൻജോയ് നന്നായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ അല്ലുട്ടനെ ഞാൻ വണ്ടി കയറ്റി വിട്ട് തിരിച്ചു നോക്കുമ്പോൾ തുമ്പമ്മ പിന്നെയും നല്ല ഉറക്കാട്ടോ. അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അവൾ ഇങ്ങനെ തന്നെയാണ്.
അത് കഴിഞ്ഞ് മക്കളെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഒരു ഒന്നൊന്നര പണിയേനു അടുക്കളയിൽ. കാരണം തലേ ദിവസം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയമ്മയും ചെറിയച്ഛനും അപ്രതീക്ഷിതമായി വന്നത്. അങ്ങനെ അവരടുത്തും കുറച്ച് നേരമൊക്കെ കത്തി അടിച്ച് നിന്ന് പിന്നെ ഞാൻ ബാക്കി പണികളിലേക്ക് കടന്നു. എല്ലാ പച്ചക്കറിയും രാവിലെ ഇരുന്നിട്ടാണ് അരിഞ്ഞത് കേട്ടോ. രാത്രി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഗൈസ് ഈ ദിവസം ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. എനിക്ക് കോൾഡ് പിടിച്ചു, ജലദോഷമൊക്കെ വന്ന് ഞാൻ ഭയങ്കര സൈഡായിരുന്നു. ഇപ്പം എൻ്റെ സൗണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് ഞാൻ ആകെ എനിക്കൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ള അവസ്ഥയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനെങ്കിലും സെറ്റ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ സത്യം വരട്ടെ ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് സൈഡായിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുട്ടീൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ കട്ടിൽ പോയി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ലേ, അത്രയ്ക്ക് വയ്യായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയോ നടത്തണ്ടേ എന്നുള്ള മട്ടിൽ കയറി നിന്ന് തന്നെയാണേ. പിന്നെ കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോയിൻ്റെ താഴെ കമൻറ്റ് വന്നായിരുന്നു, ചേച്ചിക്ക് ഡബിൾ ചിൻ ഉണ്ട്, അപ്പം എന്തോ ഒരു ഫേസ് യോഗ ചെയ്യാൻ വേണ്ടിയിട്ട്. സംഭവം ശരിയാണ് കേട്ടോ, എനിക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് ആദ്യം ഡബിൾ ചിന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തടിച്ചല്ലോ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം, അപ്പോഴാണ് വന്നത്. പക്ഷേ എനിക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഗൈസ്. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കൊക്കെ ഡബിൾ ചിൻ ഉണ്ട് ഗൈസ്. അപ്പോൾ കുറച്ച് എന്താ പറയുക ചാൻസ് ഉണ്ട് അത് വരാൻ വേണ്ടിയിട്ട്. കുറയ്ക്കണം, കുട്ടി പറഞ്ഞാൽ ഞാൻ മുഖവരയ്ക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ കുറച്ചിരിക്കും. ഓക്കെ. പിന്നെ അതാ തുമ്പമ്മയ്ക്ക് അമ്മ കഞ്ഞി കൊടുക്കുകയാണ്. ആ സമയം ഞാൻ അടുക്കളയിൽ പച്ചക്കറി അരിയാനുള്ളതും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം എല്ലാ സാധനവും തലേന്ന് തന്നെ ഞാൻ വാങ്ങിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ചില സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. വിട്ടുപോയ സാധനങ്ങൾ അമ്മ അച്ഛന് പറഞ്ഞു കൊടുക്കുക, അച്ഛനെ എഴുതിയെടുക്കാൻ കേട്ടോ വാങ്ങിക്കാനുള്ളത്. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പത്തിരിയും നല്ല ഉള്ളി റോസ്റ്റും ആയിരുന്നു കേട്ടോ. ഒരു കുഞ്ഞ് സദ്യയാണ് നമ്മൾ ഉച്ചത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കുള്ള സാധനങ്ങളൊക്കെ ഞാനിതാ അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തുമ്പമ്മേനെയും കൂട്ടി മുകളിൽ കുളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗൈസ്, ഞങ്ങൾ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. തുമ്പിയുടെ ഇതാ ഗൈസ് നമ്മുടെ തുമ്പിമ. നമ്മൾ കുളിക്കാൻ വന്നാ പറയും. ഗൈസ് ഞങ്ങൾ കുളിക്കാണ് പറയും. ഗൈസ് വിളിക്ക്. കുളിസീന് പോയി കാണിക്കൂല, അതില്ല കേട്ടോ. കുളിച്ചിട്ട് വരാ പറയും. ബൈ. അങ്ങനെ എൻ്റെ തുമ്പമ്മേൻ്റെ കുളി കഴിഞ്ഞു. ഞാൻ തല കുളിച്ചില്ല കേട്ടോ. ഇനി അതും കൂടെ ആയി ഞാൻ സൈഡാവും ഗൈസ്. അങ്ങനെ ഞാനിതാ വന്നു. കിച്ചണിൽ അമ്മ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ അടിപൊളി സാമ്പാറൊക്കെ വെക്കുന്നുണ്ട്. തുമ്പിക്ക് ഈയിടെയായിട്ട് തുടങ്ങിയ അസുഖമാണ്. അമ്മ എടുത്തുകൊണ്ട് പണിയെടുക്കണം. അമ്മ ഇനി എന്ത് ചെയ്തതിനു വേണ്ടി ഓളെ എടുക്കണം. അത് ഭയങ്കര ഇതാണ് കേട്ടോ. അവൾ വേറെ ആരുടെ വരികയില്ല. പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണി ഒപ്പിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരുത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുക. അങ്ങനെ ഞങ്ങളിതാ പിന്നെയും ബാക്കി പണികളിലേക്ക് കടന്നു. ഉപ്പേരിക്കും അതും ഇതൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ വിചാരിച്ച ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്താ പറയുക, കൂട്ടുകറി. ഇവിടുത്തെ ഇളയമേൻ്റെ കൂട്ടുകറി ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. ഈ ഒരു രക്ഷയില്ല. എൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തൊരു ഇതിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇളയമേൻ്റെ കൂട്ടുകറി ഉണ്ട്, അത് പാക്ക് ചെയ്തിട്ട് അച്ഛൻ കൊണ്ടുപോകും. അത്രയ്ക്കും ഇഷ്ടമാണ് അച്ഛനും എനിക്കും എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇവിടെ കടല കൊണ്ടല്ല, കടലപ്പരിപ്പ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കാറ്. കല്യാണീൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ കടല കൊണ്ടാണ് ഉണ്ടാക്കാറ് അത്രേ. പക്ഷേ ഇവിടെ കടലപ്പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ആ സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. കടലപ്പരിപ്പ് ഇവിടെ അടുത്തുള്ള കടയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ ഒരു വിഭവം ഇന്ന് കട്ട് ചെയ്തു. പക്ഷേ അടുത്ത തന്നെ ഒരു ദിവസം ഉണ്ടാക്കണം, കാരണം അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ പുളി, അതില്ലാത്തൊരു പരിപാടിയില്ല. എനിക്കും അല്ലുട്ടനും തുമ്പമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളി ഉണ്ടാക്കണേ. അങ്ങനെ അമ്മ ഇതാ പുളിയിലേക്കുള്ള മറ്റേ അരിയൊക്കെ വറുത്തിടുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഉപ്പേരി പച്ചടി ആ പരിപാടിയൊക്കെ ഞാനും നോക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പണി നടക്കണമെങ്കിൽ തുമ്പമ്മ എവിടെയെങ്കിലും ഇരിക്കണം. അപ്പം ഞങ്ങൾ പത്തിരിയൊക്കെ മുറിച്ചിട്ട് കൊടുത്ത് അവൾ അവിടെ ഇരിക്കുക, അവിടുത്തെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒന്ന് ഉഷാറാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ പത്തിരി എങ്ങനെയാണ് മോള് കഴിക്കാമെന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവൾ കാണിച്ച് തരുന്നതാണ് ഗൈസ്. ഇത് അടുപ്പത്ത് പച്ചടി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന സാധനം എന്താ വെച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും പച്ചടിയാണെന്ന്. പച്ചടി ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കും ഗൈസ്. ഒരുത്തി ഇവിടെ ടേസ്റ്റ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. പുളി ഇടയ്ക്കിടയ്ക്ക് കൈ കാണിക്കുക, ടേസ്റ്റ് നോക്കുക, വാവ് സൂപ്പർ എന്നൊക്കെ പറയും. പിന്നെയും കാണിക്കും, ചിലപ്പോൾ പൊള്ളുന്നുണ്ടാവും, ചെരിയുന്നുണ്ടാവും, എന്നാലും പിന്നെയും വേണം കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ. ഭയങ്കര അഭിപ്രായം പറച്ചില്ല, വാവ് സൂപ്പർ എന്നൊക്കെയാണ് കേട്ടോ പറയാം. അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്കും ഇതൊരു സ്വഭാവം കേട്ടോ. അമ്മ എന്തുണ്ടാക്കിയാലും നമ്മളോട് ടേസ്റ്റ് നോക്കും. ടേസ്റ്റ് നോക്കും, പക്ഷേ ഞാൻ ടേസ്റ്റ് നോക്കും തുമ്പിയെ പറഞ്ഞിട്ട് വേഗം തരും കേട്ടോ. നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഓക്കെയാണ്, ഉപ്പ് ഇത്തിരി വേണം, അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് കുറയ്ക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അമ്മ അതൊക്കെ സെറ്റാക്കും. അമ്മ ടേസ്റ്റ് പോലും നോക്കാൻ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കും, പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാണ് ഞാനും തുമ്പമ്മയും കൂടെ കൊലായിൽ വന്നിരിക്കുന്നത്. അല്ലൂട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലൂട്ടൻ്റെ വണ്ടിയിൽ വരുന്ന കുട്ടികൾക്ക് മിഠായി കൊടുക്കാണ്ട് മിഠായി ഒക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അല്ലോ ഇത് കൊടുക്ക്, അല്ലോടെ
ഇതിലിപ്പോൾ എന്താ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലൂട്ടനെയാണ് ബർത്ത്ഡേ. അവനാണ് ചോക്ലേറ്റ്സ് എല്ലാവർക്കും കൊടുക്കേണ്ടത്. പക്ഷെ അവൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അവന് കിട്ടില്ലേന്നായിരുന്നു. അമ്മ എനിക്ക് എന്നായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു. നമ്മളെ കുട്ടി സബ്സ്ക്രൈബേഴ്സും ഉണ്ട് കേട്ടോ ഇതിൽ. കാരണം ഓരോ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാലും പിറ്റേന്ന് അഭിപ്രായം പറയും, ചേച്ചി ഞങ്ങൾ വ്ളോഗ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് സൂപ്പറായിരുന്നു കേട്ടോ എന്നൊക്കെ. അങ്ങനെ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സും കൂടെയാണ്. അപ്പോൾ അവർക്ക് എല്ലാവരും മിഠായി കൊടുത്ത് അവർ പോവാണേ. ഓക്കെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോക്ലേറ്റ് കിട്ടില്ല എന്നുള്ള സങ്കടം അല്ലോട്ടിന് മാറി. അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് 4-5 കയ്യിൽ ഇസ്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കൻ. അത് കഴിഞ്ഞ് തുമ്പമ്മയ്ക്കും കൊടുത്ത് അവർ രണ്ടുപേരും കൂടെ കഴിക്കുകയാണേ. എക്സാമിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മൂപ്പർക്ക് അധികം ഒന്നും പറയാണ്ടായിരുന്നില്ല. കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ. ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം. അല്ലുട്ടന് സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വരേണ്ട താമസം. പിന്നെ തുമ്പമ്മയുടെ ടൈമാണ് കേട്ടോ. തുമ്പമ്മ ഭയങ്കര ഹൈപ്പറാവും. പിന്നെ അല്ലുട്ടനെ ഭയങ്കര പഠിപ്പിക്കലാണ് കേട്ടോ. ഏട്ടാ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്. നിങ്ങൾ മുമ്പുള്ള വീഡിയോ കണ്ടായിരുന്നോ? അവനെ പഠിപ്പിക്കുന്നത് എക്സാമിൻ്റെ തലേന്നൊക്കെ അവനെ ഭയങ്കര അഡ്വൈസ് ചെയ്യലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം സദ്യയൊക്കെ എടുത്ത് വെക്കുകയാണ്. വേഗം ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണേ. ഇവിടെ ഓരോരുത്തർക്ക് ഓരോ സമയമാണ് കേട്ടോ. 1:30 ആകുമ്പോൾ അച്ഛനും ഇളയമ്മയൊക്കെ ഫുഡ് കഴിക്കും. അമ്മ പശുവിനെ കറന്ന് വന്നതിന് ശേഷം മാത്രമേ കഴിക്കൂ. കാരണം കഴിച്ചിട്ട് പോയിരുന്ന് കറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക്. പിന്നെ അച്ഛൻ ചില സമയം പശുവിനെ കറക്കുന്നതിന് മുന്നേ കഴിക്കും, ചില സമയം ഭാര്യയുള്ള സ്നേഹം കൂടുതലായിരിക്കും. അപ്പം അമ്മേൻ്റെ കൂടെ ആയിരിക്കും കഴിക്കുക. അങ്ങനെ അപ്പോൾ പലരും പല ടൈമിലാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് എന്തായാലും പശുവിനെ കറന്ന് കഴിഞ്ഞിട്ട് അമ്മ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇലയൊക്കെ ഇട്ടു എല്ലാവരും ഇരുന്നു ഇതാ ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. തുമ്പമ്മ അലമ്പ് കളിച്ച് അവസാനം ഇളയമ്മ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇലയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ പിന്നെ എന്തോ സംഭവമാണെന്ന് കരുതി ഇരിക്കുന്നുണ്ട് കുട്ടി. അങ്ങനെ ഇതാ നമ്മൾ ഓരോന്നായി വിളമ്പ്. അച്ഛനൊരു സൈഡിൽ നിന്ന് വിളമ്പുന്നു, ഞാനൊരു സൈഡിൽ നിന്ന് വിളമ്പുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് സദ്യയായിരുന്നു കേട്ടോ നമ്മൾ ഇത്തവണ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂട്ടുകറി മാത്രം ഉണ്ടായില്ല ഗൈസ്. അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതൊഴികെ ബാക്കി എല്ലാ സാധനങ്ങളും, പായസം ഉണ്ടാക്കിയിട്ടില്ല, പായസം വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബാക്കി എല്ലാം കൊണ്ടും ഇരുത്തി. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണ്? നല്ല ചൂടാണോ? ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് ഗൈസ്. ഒന്നാമത് നമ്മളെ വീടിൻ്റെ സൈഡിലൊക്കെ മറ്റേ ഷീറ്റ് എന്താ പറയുക മതിലിൻ്റെ മുകളിലേക്ക് ഷീറ്റ് പൊക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടൊക്കെ കൊണ്ട് അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റില്ല. പിന്നെ സദ്യ കഴിക്കുമ്പോൾ എപ്പോഴും ചൂടോടുകൂടി കഴിക്കുന്നതല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഇവിടെ ഫാൻ ഇട്ടിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ഞങ്ങൾ പിന്നെ ഫാനൊക്കെ ഓണാക്കി. പിന്നെ തുമ്പമ്മയ്ക്ക് ഈ വെജിറ്റബിൾസിൽ ക്യാരറ്റൊക്കെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ക്യാരറ്റ് പെറുക്കി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അവൾ സ്വയം കഴിക്കുന്നതാണോ ഒക്കെ ഇഷ്ടം. പക്ഷെ അല്ലുട്ടൻ അങ്ങനെയല്ല. അല്ലുട്ടൻ എനിക്കിനിപ്പോൾ തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ അവന് ഞാൻ വാരി കൊടുക്കുന്നേ വേണ്ടിയിരുന്നു. അവന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇലയിലൊക്കെ ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ നക്കി ഇരിക്കും. ലാസ്റ്റ് ഞാൻ തന്നെ വാരി കൊടുക്കണം കേട്ടോ. എപ്പോഴും എല്ലായിടത്തും മൂത്ത കുട്ടികൾ അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ. കുറച്ച് ഓവർ പാമ്പറിങ് കിട്ടിയ കുട്ടികളാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അങ്ങനെ തന്നെ ഇളയ ആൾ ഒറ്റയെ കഴിക്കും, മൂത്ത ആൾക്ക് എപ്പോഴും വാരി കൊടുക്കണമെന്ന്. ഇവിടെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ അപ്പൂനെയും വിളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പു എന്തൊക്കെയോ തിരക്കിലാണ്. ഒരു 3 മണിയാകുമ്പോൾ എത്താന്ന് പറഞ്ഞു. പിന്നെ ഓൻ അമ്മേൻ്റെ കൂടെ വൈകുന്നേരമാണ് എത്തുന്നത് കേട്ടോ. ഓൻ ഉച്ചയ്ക്ക് വരുന്നൊക്കെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ വീട്ടിലുള്ളവർ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അല്ലാതെ ഇപ്പോൾ അല്ലുട്ടൻ്റെയും തുമ്പമ്മേൻ്റെ ഒക്കെ ആണെങ്കിൽ 1ാമത്തെ 2ാമത്തെ ഒക്കെ പിറന്നാൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇത്തവണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരുന്നു. അവൻ്റെ എക്സാമാണ് മെയിനായിട്ടൊരു പ്രശ്നം. ഇനി ഇപ്പോഴാണെങ്കിലും ഇന്ന് വൈകുന്നേരം കേക്ക് കട്ടിങ്ങോ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോൾ അവനെ പഠിപ്പിക്കുന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ആലോചിക്കും എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇവരൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും അങ്ങ് സമാധാനിക്കും. LKG അല്ലേ സാരല്ല. പക്ഷെ എനിക്കങ്ങനെ സമാധാനിക്കാൻ കഴിയില്ല ഗൈസ്. അങ്ങനെ ഇതാ ഞാൻ നോക്കുന്നതുകൊണ്ട് അച്ഛൻ്റെ കൈ പൊക്കി വെച്ചിട്ടില്ല. അതായത് ഇവർക്ക് ഫാമിലി ആയിട്ട് അച്ഛനും ഒക്കെ കഴിക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ കുത്തനെ വെക്കും. ഞങ്ങൾ അതിനെ ആൻറ്റിന എന്നാണ് പറയുക. അപ്പോൾ അത് അച്ഛനെ ഒഴിവാക്കിയ കണ്ടപ്പോൾ പറയാം ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയാന്ന്. തുമ്പമ്മ കണ്ടോ മക്കളെ, ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ കോലാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എൻ്റെ കുട്ടിക്ക് എന്ന് വെച്ചാൽ എന്ത് കിട്ടിയാലും അത് ഫേഷ്യൽ ചെയ്യണം. അതായത് ചോറോ എന്തോ ആയിക്കോട്ടെ, ഇനി ഫ്രൂട്ട്സോ വാട്ടവർ അവൾ മുഖത്ത് കയ്യും കാലും മാനിക്യൂറും പെഡിക്യൂറും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പോയി ഒരു ഉറക്കം ഉറങ്ങി കേട്ടോ. ഞാൻ ഉറങ്ങിയില്ല, മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നേ. ഇനി ഞാൻ അപ്പോഴത്തേക്കും സൈഡായിട്ടുണ്ട് ഗൈസ്. എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോഴാണ് എനിക്ക് വയ്യായികളൊക്കെ തുടങ്ങിയത്. പിന്നെ അശ്വരീൻ്റെ സൗണ്ട് കേട്ടാണ് മക്കൾ എണീറ്റ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും സൈഡായിട്ടുണ്ട് കേട്ടോ. ഉറങ്ങി എണീറ്റ് വരുമ്പോഴത്തേക്ക് ഇതാ അമ്മ നെയ്ച്ചോറും പായസവും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ റെഡിയാക്കി അമ്മ എന്താണ് നിൽക്കണമെന്നല്ലേ. അമ്മ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ചയല്ലേ. അപ്പോൾ വ്യാഴാഴ്ചകളിൽ ഇവിടുത്തെ അമ്പലത്തിൽ പിന്നെ പൂജയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അമ്മ അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അശ്വിനി വന്ന് അവൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ ഫുഡൊക്കെ കഴിച്ചു.
അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി നമുക്ക് കുറച്ച് വിരുന്നുകാർ വന്നത്. ഇത് ഇളയമേൻ്റെ അനിയത്തിമാരൊക്കെയാണ് കേട്ടോ, അനിയത്തിയും നാത്തൂനും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ വന്ന് കുറച്ച് നേരം ഇരുന്നു, പായസമൊക്കെ കുടിച്ചു. ആർക്കും അറിയില്ലായിരുന്നു കേട്ടോ അല്ലൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അവർ വെറുതെ ചേച്ചീനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇളയമേനെ പോലെ തന്നെയല്ലേ, ഇളയമേനെ അനിയത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇളയമ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. തുമ്പിക്ക് ഭയങ്കര ടെൻഷനാണ്, അയ്യോ ഇവരെ കൂടെ ഇളയമയും പോവുകയാണോ എന്നൊരു ടെൻഷനിലാണ് മൂപ്പത്തി ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ അവരൊക്കെ വന്ന് ഇതാ പോയി. അപ്പോൾ അപ്രതീക്ഷിതമായി നമുക്കൊന്ന് കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിരുന്നില്ലേ. രാവിലെ ചെറിച്ചനും ചെറിയമ്മയും വന്ന്, പിന്നെ അത് അവർ വന്ന് അങ്ങനെ. അപ്പോൾ ഇളയമ അമ്പലത്തിലേക്കുള്ള പോക്കാണ് കേട്ടോ. അമ്മ ഓൾറെഡി അമ്പലത്തിലേക്ക് പോയി. പിന്നെ എനിക്കുണ്ടായിരുന്ന പണി ചിക്കൻ പൊരിക്കുക, ചിക്കൻ കറി വെക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോളിംഗ് ബെല്ലായിട്ട് പോയി നോക്കുമ്പോൾ നമ്മളെ സെയ്ക്ക ബേക്സ് എന്നാണ് നമുക്ക് കേക്കും കൊണ്ടുവന്നതായിരുന്നേ. നമ്മൾ ചോക്കോ ട്രഫിളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. കെട്ടാങ്ങൽ എന്നുള്ള സെയ്ക്ക ബേക്സ് എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അവസ്ഥ പരിതാപകരമായി തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയി തുടങ്ങി. അങ്ങനെ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ റീനമ്മയും അപ്പവും വന്നിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ കൊണ്ടുവന്ന് ഒരു ഉടുപ്പെടുത്ത് തുമ്പമ്മ ഇടിയിക്കുകയാണ് കേട്ടോ. കാരണം അല്ലൂട്ടൻ എപ്പോൾ ഗിഫ്റ്റ് കൊടുത്താലും തുമ്പിക്ക് ഭയങ്കര പരാതികളായിരിക്കും, എനിക്ക് വാങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്തായാലും തുമ്പിക്കും അമ്മ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഡ്രസ്സ് എടുത്ത് തുമ്പിക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. വേറെയും ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അത് അമ്മ പാക്കാക്കി തന്നെ വെച്ചു, അവൾക്ക് ഗിഫ്റ്റായിട്ട് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തുമ്പമ്മേനെ അമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മമ്മേനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും നമ്മളെ വലിയ മൈൻഡില്ല കേട്ടോ. അച്ഛൻ നോക്കാണ്ട് ഷഡ്ഡി ഇട്ടിയില്ലേ പെണ്ണ് എന്ന് പറഞ്ഞ് നോക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ തുമ്പിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവരിതാ റെഡിയായി നിൽക്കുമ്പോൾ ഞാൻ ഗിഫ്റ്റും ഒക്കെ എടുക്കാച്ച് മുകളിലൊക്കെ പോയി ഗിഫ്റ്റൊക്കെ എടുത്ത് താഴെ വന്നു. പിന്നെ എന്താ കേക്കൊക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട്. കേക്ക് കട്ടിങ്ങും ഫുഡടിയൊക്കെ വേഗം കഴിച്ചിട്ട് വേണം എൻ്റെ ചെക്കര വല്ലതും പഠിപ്പിക്കാൻ എന്നുള്ള അവസ്ഥയായിരുന്നു ഞാൻ കേട്ടോ. എൻ്റെ മനസ്സിൽ ഫുൾ അതാണേ. അങ്ങനെ ഇതാ ഗൈസ് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ കേക്ക്, കുഞ്ഞ് സിമ്പിളായിട്ടുള്ളൊരു കേക്ക്. 1 kg കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം നമ്മളെപ്പോഴും കേക്ക് വാങ്ങി വെറുതെ വേസ്റ്റ് ആക്കലാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ആൾക്കാരും ഇല്ലല്ലോ, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞ് കേക്കാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം സെയ്ക്ക ബേക്സ് നമ്മൾ പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ ആരൊക്കെയോ അല്ലൂട്ടൻ്റെ ഫുൾ നെയിം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ധ്രുവ് പാർത്ഥീവ് എന്നാണ് അല്ലുവിൻ്റെ പേര് കേട്ടോ. ആര്യ വീഡിയോ കോളിലുണ്ട്, അതാണ് അപ്പു വീഡിയോ കോൾ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ആര്യനെ. അവൾ വീട്ടിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇത്തവണ ആര്യയും കല്യാണിയും ആരുമില്ല ബർത്ത്ഡേക്ക്. വൈശാഖനും കട്ടയും കല്യാണിയൊക്കെ വീഡിയോ കോളിൽ പിന്നെ വന്നിട്ടാണ് കണ്ടത് കേട്ടോ. ആര്യ ഉണ്ടായിരുന്നു വീഡിയോ കോളിൽ. അങ്ങനെ എല്ലാവരും വീഡിയോ കോളിലും ബാക്കി എല്ലാവരും ഇവിടെയായിട്ട് നമ്മളൊരു കുഞ്ഞ് ആഘോഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലൂട്ടനെ നമ്മൾ എടുത്തു കൊടുത്ത, ഞാനും വൈശാഖനും കൊണ്ട് എടുത്ത ഡ്രസ്സാണ് അവനിട്ടത് കേട്ടോ. രസമുണ്ടോ? എനിക്കിഷ്ടമായി. നിങ്ങൾക്കിഷ്ടമായോ? തുമ്പമ്മയ്ക്ക് അമ്മ എടുത്ത് കൊടുത്ത് ഉടുപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അല്ലൂട്ടനെ ചിരിക്കാൻ പറഞ്ഞപ്പോൾ അല്ലൂട്ടൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ചിരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നീ എന്താടാ ഇങ്ങനെ ചിരിക്കുന്നത്, നീ എന്തിനാ ഉണ്ടാക്കി ചിരിക്കുന്നതെന്ന്. എനിക്ക് ചെറിയച്ഛൻ്റെ ചിരിയാണ് കിട്ടിയെന്നാണ് പറഞ്ഞത്. കട്ടേനെയാണ് കേട്ടോ, അല്ലെങ്കിലും മക്കൾ എന്ത് കാണിച്ചാലും കട്ടയ്ക്കാണ് കുറ്റം എന്ന് പറഞ്ഞ പോലെയാണ്. തുമ്പമ്മ പീയടായിട്ട് അമ്മേനോട് പറയും അച്ഛമ്മ എടുക്കുക എന്നിട്ട് എന്ത് പണിയെടുക്കുമ്പോഴും തുമ്പീനെ ഉക്കത്ത് കെട്ടിയിട്ട് പണിയെടുക്കണം കേട്ടോ. അപ്പോൾ അമ്മ പറയും കട്ട ഇങ്ങനെ തന്നെയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറയുന്നു അല്ലൂട്ടൻ്റെ ചിരിയും തുമ്പമ്മേൻ്റെ സ്വഭാവം ഒക്കെ കട്ടേനെയാണോ എന്ന് ചോദിച്ചിട്ട് കളിയാക്കലുണ്ട് കേട്ടോ. അങ്ങനെ അതാ കേക്കിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വേഗം കേക്ക് കട്ടിങ്ങിലേക്ക് പോയി. പക്ഷേ കോമഡി എന്താ പറയുക മക്കളെ, ഞാൻ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് മനസ്സിലായത് കേക്ക് കട്ട് ചെയ്യണ വീഡിയോ എടുത്തിട്ടില്ല. അത് പ്രോ ക്യാമറമാനാണ് എടുത്തത്. ആര്? അപ്പു. ഒരു കയ്യിൽ ആര്യൻ്റെ വീഡിയോ കോളും മറ്റേ കയ്യിൽ ഫോണും വെച്ചിട്ടപ്പം വീഡിയോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു വീഡിയോൻ്റെ ബട്ടൺ ഞെക്കാൻ മറന്നുപോയിന്ന്. ഫോൺ ഫുൾ ടൈം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് കറക്റ്റ് കട്ട് ചെയ്യണ പോർഷൻ അവൻ എടുത്തിട്ടില്ല. ബാക്കി അങ്ങോട്ടേക്കുള്ള വീഡിയോസ് മൊത്തം എടുത്തിട്ടുണ്ട് കണ്ടോ. കേക്ക് കട്ട് ചെയ്യണ പോർഷൻ എടുത്തിട്ടില്ല. ഞാൻ ഓനോട് ചോദിച്ചു, അല്ലടാ കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗം എവിടെ? അത് എടുത്തില്ലേന്ന് ഓനോട് ചോദിക്കുക. അങ്ങനെ പ്രോ ക്യാമറമാൻ എടുത്തത് കൊണ്ട് കറക്റ്റ് ആ ഭാഗം തന്നെ കിട്ടിയില്ല. പക്ഷേ കുറച്ച് പിക്സ് അശ്വിനി എടുത്തത് കൊണ്ട് രക്ഷപ്പെട്ട് ഗൈസ്. ആ പിക്ക് വെച്ചാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടായത് കേട്ടോ. നമ്മളെ കുഞ്ഞു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അതിൽ അതാണ് സംഭവം ഉണ്ടായത്. അങ്ങനെ ഇതാ അല്ലൂട്ടനും പിന്നെ എല്ലാവരും കൂടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അവനും ഭയങ്കര ഹാപ്പി കേട്ടോ. അവന് ഇഷ്ടമാണ് ഇങ്ങനെ, അവൻ ഭയങ്കര സെൻറ്റർ ഓഫ് അട്രാക്ഷനായി നിന്നിട്ടുള്ള പ്രോഗ്രാംസിൽ അതവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും വേണ്ടിയില്ല, ഞാൻ കേക്ക് കഴിക്കും എന്നുള്ള മട്ടിലാണ് തുമ്പമ്മ. കാരണം തുമ്പി ഭയങ്കര കേക്ക് മാനിക്ക. കേക്ക് നല്ല മധുരമുള്ള എന്ത് സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പായസം ആയിക്കോട്ടെ എന്താണെങ്കിലും നന്നായി കഴിക്കും. അല്ലൂട്ടൊരു മധുരം അത്ര ഇഷ്ടമല്ല. അല്ലൊരു പുളി, എരിവ്, ഉപ്പ് ഇതൊക്കെയാണ് അല്ലുവിൻ്റെ ഫേവറേറ്റ്. തുമ്പമ്മ എനിക്ക് തോന്നുന്നു ഉഷപ്പേനെ പോലെ ഈ കാര്യത്തിൽ മധുരം ഭയങ്കര. അമ്മയ്ക്ക് മധുരമുള്ള ലഡു, ജിലേബി, ജാഗിരി അങ്ങനെ സാധനമൊക്കെ അല്ലേ അമ്മയ്ക്ക്. അമ്മ അത് കണ്ട അമ്മ സന്തോഷമാണ്. അമ്മയ്ക്ക് ഗുലാബ് ജാമൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുപോലെ മധുരമാണ് തുമ്പമ്മേൻ്റെയും ഫേവറേറ്റ് ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കണ്ടോ പ്രോ ക്യാമറമാൻ പിന്നെ എവിടേക്കോ ആണ് പോണത്. നമ്മൾ അവിടെയാണെങ്കിൽ ക്യാമറ എവിടെ, എനിക്ക് തോന്നുന്നു വീഡിയോ കോളിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ കാണണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ അവനോട് ചോദിച്ചേനെ.
അങ്ങനെ നമ്മളിതാ കേക്കിൻ്റെ മുകളിൽ ഒരുവിധപ്പെട്ട പരിപാടികളൊക്കെ എൻ്റെ തുമ്പമ്മയും അല്ലുട്ടനൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പകുതിയോളം നമ്മൾ അവിടുന്ന് സെറ്റാക്കി ബാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റി കുറച്ച് അമ്മയ്ക്കൊക്കെ കൊടുത്തയച്ചിട്ടോ ഞാൻ. കാരണം അവിടെ വെച്ചിട്ടൊരു കാര്യമില്ല, ഇവിടുന്ന് ഉഷമ്മയോ തുമ്പമ്മയോ അല്ലാതെ വേറെ ആരും കേക്ക് കഴിക്കില്ല. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത ഒരു കുഞ്ഞ് ആഘോഷമായിരുന്നു. പക്ഷേ എന്നാലും എല്ലാവരും വേണ്ടിയിരുന്നു. വൈശാട്ടനും കട്ടയും കല്യാണിയും ആരും എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമായേനെ. ഇനി വരും ബർത്ത്ഡേസ് നമുക്ക് അങ്ങനെ ആഘോഷിക്കാം. പക്ഷേ ഞങ്ങൾ എപ്പോഴും അതാ പറഞ്ഞത്, എക്സാമിൻ്റെ ഇടയിലേക്ക് പാവൻ്റെ അല്ലുട്ടൻ്റെ ബർത്ത്ഡേ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഇവൻ പാവം ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാതെ എനിക്ക് നടക്കുന്നുണ്ടാവുക പറഞ്ഞാൽ ഞങ്ങൾ അവരെ കളിയൊക്കെ കേട്ടോ, മാർച്ചിലായതുകൊണ്ടേ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് നല്ല രസമായിരുന്നു കേട്ടോ. എന്നാലും പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് വേഗം ഫുഡ് വിളമ്പുകയാണ്, കാരണം ഇടയ്ക്ക് ഓരോ പഠിപ്പിക്കേണ്ട ത്വര വരുവേ, അതുകൊണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുൻ്റെ വായിലത് കുത്തി കയറ്റി കേട്ടോ ബാക്കി കേക്ക് വന്നത്. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി എനിക്ക് തന്നില്ല ഒരു സമാധാനം ഉണ്ടാവില്ല ഗൈസ്. അല്ലുട്ടനാണെങ്കിൽ കേക്കിൽ എല്ലാ മുത്തുകളും എടുക്കുന്നുണ്ട് കേട്ടോ. മുത്തുകളൊക്കെ എഡിബിളാണ്, പക്ഷെ പറഞ്ഞിട്ട് കലി ചക്കൻ കടിച്ച് വെച്ച് തിന്നൂല. അപ്പം വിഴുങ്ങുന്നതിന് ഭയങ്കര ആശാനാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നാളെ മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ട ഐറ്റംസ് ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ കോൾ എടുക്കുന്നത് ഞാൻ അപ്പുറത്തുകൂടെ പോയി വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് മക്കളെ നന്നായി പോസ് ചെയ്തോളിന്ന്. അപ്പോൾ അതാ കട്ട നമുക്ക് അട്ടം കാണിച്ചു തരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞതാ അല്ലുട്ടനോട് ഞാൻ പറഞ്ഞു വാ മക്കളെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗിഫ്റ്റ് കൊടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത്. ഇതാ അപ്പുമാമൻ്റെ ഗിഫ്റ്റാണ് ഫസ്റ്റ്. അതിൻ്റെ വകയിൽ ഇതാ അടുത്തൊരു ഉമ്മ കിട്ടി ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇതാ അമ്മമ്മ അല്ലുട്ടൻ്റെ അമ്മമ്മേൻ്റെ വകയൊരു ഗിഫ്റ്റ്. അടുത്തത് വന്നിട്ട് വയനാട്ടിലെ അമ്മമ്മ, അതായത് എൻ്റെ അമ്മമ്മേൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അതിൻ്റെ ഉമ്മയും നൈസായിട്ട് അമ്മമ്മ തന്നെ വാങ്ങിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മൈശാട്ടിനെയും ഗിഫ്റ്റ് നമ്മൾ ഇവനിട്ട ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവന് യൂസ്ഫുൾ ആവുന്ന റൈറ്റാണ്. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇത് പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെക്കൻ്റെ മുഖം മാറിയത് കണ്ടോ. അതാ ഞാൻ അവനെ പറഞ്ഞ് കളിയാക്കണം, പഠിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ചെക്കനാകെ ഡൗൺ ആയിപ്പോയല്ലോ എന്ന്. അങ്ങനെ ഇതാ ആ ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു. റാപ്പ് ചെയ്യാൻ വേണ്ടി റാപ്പർ വാങ്ങിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങൾ അത് പറഞ്ഞാട്ടോ അവനെ കളിയാക്കുന്നത്. പഠിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ പഠിക്കാനുള്ളതോ എന്ന് പറഞ്ഞിട്ട് ചെക്കൻ മുമ്പത്തെ കാര്യമൊക്കെ മറന്നുപോയി ഗൈസ്. പക്ഷേ ഞാൻ വാങ്ങിച്ച് ഓക്കെ. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടികളും കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരുത്തിയുണ്ട് അപ്പുറത്ത് ഇങ്ങനെ നോക്കുന്നു തുമ്പി, എനിക്കൊന്നും ഇല്ല എന്നുള്ള മട്ടില്ല. അപ്പോൾ വേഗം അമ്മ അതാ അവളുടെ ഡ്രസ്സും ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെ കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ പെണ്ണിനും ഭയങ്കര സന്തോഷമായേ. അവിടെ നിന്നും ഉമ്മ വാങ്ങിക്കാൻ അമ്മമ്മ മറന്നിട്ടില്ല. അല്ലെങ്കിൽ ഇവർ ഉമ്മ വെക്കാന്ന് പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് എപ്പോൾ കണ്ടാലും ഉമ്മ തന്നെയുള്ളൂ കേട്ടോ. അതല്ല അമ്മമാർ അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനിടയിൽ കൂടെ എന്തോ കൊണ്ടുവന്ന് തുടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ ഇവിടെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി ഫുഡ് വിളമ്പാനുള്ള പരിപാടിയിലടങ്ങിയാണ്. അപ്പോഴാണ് ചിക്കൻ പൊരിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്ന്. അപ്പോൾ നമ്മൾ വേഗം പോയി അപ്പുറത്തും ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ ഉഷമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ നടക്കുന്ന കലാപരിപാടികളൊക്കെയാണ് ഞാനിവിടെ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. തുമ്പി അപ്പൂനെ കണ്ടിട്ട് പിന്നെ ഫുൾ അലമ്പാണ് കേട്ടോ. അവരിങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ഒരു ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ അതാ ചിക്കൻ പൊരിക്കുന്ന പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മറന്നുപോയി, ഫ്രിഡ്ജിൽ ഞാൻ നന്നായി സെറ്റ് ആവട്ടെ എന്ന് വെച്ചതാണ്. അവിടെ തന്നെ ഇരുന്ന് പോയേനെ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ വേദന. എങ്ങനെയെങ്കിലും ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ സൈഡാവും എന്നുള്ള മട്ടിലായിട്ടുണ്ട്. അപ്പം ഇവളിവിടുന്ന് എന്തൊക്കെയോ സ്റ്റാറ്റസിൻ്റെ കാര്യം എന്തൊക്കെയോ പറയാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യാന്ന് പറയണേ കേട്ടപ്പം അമ്മയും അപ്പവും കൂടെ പിന്നെ രാത്രിക്ക് പോയിട്ടാണ് എനിക്ക് മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ ജലദോഷത്തിൻ്റെ. അല്ലുട്ടൻ നോക്കിയാൽ മെലിഞ്ഞൊരു കോലായി. ഞങ്ങളത് പറയായിരുന്നു കേട്ടോ. അല്ലുട്ടനും തുമ്പിയത് രണ്ടാളും മെലിഞ്ഞൊരു വശമായിട്ട്. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റാക്കി എടുക്കണം വരെ, ഇല്ല ഞാൻ ശരിയാവില്ല. അങ്ങനെ ഇവരും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇവർ പോവാണ്. അമ്മയും അപ്പവും അല്ലുട്ടന് തുമ്പിയും പാടെയാണ് എനിക്കൊരു മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകണം. അതല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടിയാൽ രണ്ടും ഇറങ്ങും കേട്ടോ. അങ്ങനെ അവർ മരുന്ന് വാങ്ങി വരുമ്പോഴത്തേക്കും നമ്മളിവിടെ എല്ലാം സെറ്റാക്കി വെക്കാച്ചിട്ട് എല്ലാം എന്താ വിളമ്പി അച്ഛൻ അപ്പത്തേ ഇരുന്നു കേട്ടോ. അച്ഛന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. അതിലും ലേറ്റ് ആകാൻ പറ്റില്ല. അപ്പോൾ അതിനിടയിൽ ഞാൻ വീഡിയോ കൊണ്ടുവച്ചപ്പോൾ അച്ഛൻ്റെ ഇടയ്ക്ക് ഒളികളിട്ടൊക്കെ നോക്കുന്നുണ്ട് ഇതെന്താ അപ്പോൾ അവൾ എടുക്കണമെന്നുള്ള മട്ടിൽ. കാരണം ഞാൻ വീഡിയോ അങ്ങനെ ഞാൻ എല്ലാവരും അങ്ങ് എക്സ്പ്ലോർ ചെയ്യാറില്ല, നിങ്ങൾ കാണാറില്ലേ. കാരണം അവർക്ക് അവരുടേതായ പ്രൈവസി ഇല്ലേ. എന്നാലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയി ക്യാമറ വെക്കാറുണ്ട് ഗൈസ്. അങ്ങനെ അച്ഛൻ ഇതാ ഇളയമ്മ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നൈസായിട്ട് ഞാൻ ക്യാമറ വെച്ചതാണ്. അപ്പോൾ അതാ നെയ്ച്ചോറും സാദാ ചോറും ഉച്ചക്കത്തെ സദ്യയല്ലോ അതുപോലെ തന്നെ. പിന്നെ നെയ്ച്ചോറും തേങ്ങ അരച്ച് പിന്നെ വറുത്തരച്ച് വെച്ച ചിക്കൻ കറി ഉണ്ടല്ലോ, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, പായസം ഒക്കെ ആയിട്ടുള്ളൊരു ഫുഡ് അടിയായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഉഷമ്മേനെ കിട്ടിയില്ല, അതുകൊണ്ട് രാത്രി നമുക്ക് ഉഷമ്മേനെ കിട്ടി. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പല്ലേ പോയത്. അപ്പോൾ വെക്കേഷൻ കഴിയാൻ വേണ്ടിയിട്ട് അല്ലുട്ടൻ്റെ ബർത്ത്ഡേയും കൂടെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമോ നോക്കുന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഗൈസ്. അല്ലുട്ടൻ ഇപ്രാവശ്യം അപ്പൂൻ്റെ അടുത്താണ് പോയിരുന്നത്. പക്ഷേ അവനതിൽ കുടുങ്ങി എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം അപ്പു അവൻ ഉരുട്ടി തീറ്റിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അപ്പു പറഞ്ഞാൽ പിന്നെ അവൻ നോ പറയില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷെ അപ്പു എല്ലാത്തിനും
ഒന്നും കയറി പറയൂല. അതാണ് കാര്യം. ഞാനാണ് എല്ലാത്തിനും പറയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിലതൊക്കെ കേൾക്കാണ്ട് ഇരുന്നെന്ന് വരാം. അത് കഴിഞ്ഞ് പിന്നെ മാമനും മക്കളും കൂടെ ഇവിടെ എന്തൊക്കെയോ കളിക്കുകയാണ് കേട്ടോ. ഈ അപ്പൂനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലും തുമ്പിയും ഒക്കെ അവൻ്റെ വയ്യാതെ കൂടിക്കോളും. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഇരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് പിന്നെ അവർ പോവുക ചോദിച്ചിട്ടോ. കാരണം അല്ലൂട്ടനെ പഠിപ്പിക്കണ്ടേ. അപ്പം ഇവർ പിന്നെ അലമ്പായി തുടങ്ങി മക്കൾ. ഇവർ പോവാണ്, ഞങ്ങൾ ചെറുപ്പയ്ക്ക് പോവാണ്, അപ്പൂൻ്റെയും അമ്മമ്മേൻ്റെയും കൂടെ പോവാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ പെണ്ണിനൊക്കെ ഞാൻ എങ്ങനെയോ വലിച്ചെടുത്ത് തന്നെ. അവൾ ഫുൾ കരച്ചിലും അങ്ങനെയൊക്കെ ആയി. അല്ലൂട്ടൻ തീരെ വരുന്നില്ല. അപ്പം ബൈക്കിനുള്ളിൽ കയറി അള്ളി പിടിച്ചിരിക്കുകയാണ് ചെയ്ത്. അച്ഛൻ വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അച്ഛൻ അവസാനം ചീത്ത പറഞ്ഞു, നിനക്ക് നാളെ എക്സാം ഇല്ലേ, അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി കേൾക്കില്ല. കുട്ടി ഭയങ്കര കരച്ചിൽ കേട്ടോ. അമ്മ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഉമ്മ കൊടുത്തിട്ട് അമ്മമ്മ എൻ്റെ മോനെ പരീക്ഷ കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓനെ സമാധാനിപ്പിക്കും. ഓൻ എന്ത് അവസാനം അച്ഛൻ കുറച്ച് ടെററായി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ ചെക്കൻ നൈസായിട്ട് പോരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുമ്പി പിന്നെ അവളുടെ ഇഷ്ട വിനോദത്തിലാണ് കേട്ടോ കരച്ചിൽ. ഞങ്ങൾ കരച്ചിൽ കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കി എന്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തുമ്പമ്മ അവിടെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവസാനം അച്ഛൻ ദേഷ്യം പിടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഓൻ ഇങ്ങോട്ട് വന്നത്. രണ്ടിനെയും വലിച്ചഴിച്ച് കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെയും ഓൻ പോവുകയാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നി ഇനി അച്ഛൻ ദേഷ്യം പിടിക്കേണ്ട വെച്ചാൽ ഞാൻ ഓളെ അച്ഛൻ്റെ അടുത്ത് കൊടുത്ത് അല്ലൂസിനെ മയപ്പെടുത്തി കൊണ്ടുവരിക. പിന്നെ ഇവൻ അവിടെ പോയി ഒട്ടുകയാണേ വണ്ടിയിൽ. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങോട്ട് നിൽക്ക് നാളെ എക്സാം ആണല്ലോ. അപ്പം പിന്നെ കരഞ്ഞ് അലമ്പാക്കി കളയും. പിന്നെ അത് അമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് അത് കഴിഞ്ഞ് ഇവർ വണ്ടി പോകുമ്പോൾ അയ്യോ ഞാൻ ഉമ്മ കൊടുത്തില്ല പിന്നെയും പറഞ്ഞ് പിന്നെയും പോയി. അങ്ങനെ ഫുൾ ഒരു ഡ്രാമാറ്റിക് സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഞാൻ ചെക്കനെ അത് ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി വെറുതെ കാണിച്ചേട്ടോ. ഞാൻ ഇവർ വലിക്കുന്നു, അവൻ അങ്ങോട്ട് പോകുന്നു. അങ്ങനെ എന്തൊക്കെയോ ഒരു വിധം അതാ അമ്മയും അപ്പവും കൂടെ പോവാൻ നിൽക്കുകയാണ്. ഇനി ഇവൻ്റെ മൂഡ് മാറ്റി ഞാൻ എങ്ങനെ അവനെ പഠിപ്പിക്കാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതാ അപ്പോഴത്തേക്ക് അല്ലൂട്ടൻ അയ്യോ പോവല്ലേ ഞാൻ ഉമ്മ തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം ഒരു വിധത്തിൽ അവർ അങ്ങോട്ട് വണ്ടി എടുത്ത് പോയപ്പോഴത്തേക്ക് ഇവൻ പിന്നെയും എനിക്ക് ഇനിയും ഉമ്മ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഭയങ്കര സീനാക്കാണ് ഗൈസ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വിധം കൊണ്ടുപോയി ഉമ്മയൊക്കെ കൊടുപ്പിച്ച് കൊണ്ടുവന്ന് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കി. പിന്നെ ഞാൻ കുറച്ച് ടെററായപ്പോൾ മൂപ്പർ പഠിക്കാനിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ആയിരുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മക്കൾ രണ്ടുപേരും ഇത് അമ്മമ്മയ്ക്കും മാമനും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പായി. പിന്നീടുള്ള ഞങ്ങളുടെ മെയിൻ കലാപരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കുകയായിരുന്നു. കാരണം പിറ്റേന്ന് അവൻ എന്ത് എക്സാം ആയിരുന്നു, അത് മറന്നുപോയല്ലോ. മലയാളത്തിൻ്റെ എക്സാം ആയിരുന്നു. അപ്പോൾ അത് നേരത്തെ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു. എന്നാലും പിന്നെ ചോദിക്കുമ്പോൾ ഇവൻ ഉണ്ടാവും ആരാ അത് എന്നുള്ള മട്ടിൽ നിൽക്കുന്നുട്ടാ. അതുകൊണ്ട് പിന്നെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് അകത്തെത്തി പിന്നെ ഞാൻ പ്ലേറ്റ് മാറി. അതുവരെ ഞാൻ അവനെ സമാധാനിപ്പിച്ച് നിന്നല്ലേ ഞാൻ പിന്നെ പ്ലേറ്റ് മാറി. അതിൻ്റെ ഇടയ്ക്ക് അശ്വിനിയും പോവുകയായി. അപ്പോഴത്തേക്കും തുമ്പി ഞാനും ഉണ്ടായിരുന്നു. പിന്നെ അവൾ ഇറങ്ങിട്ടോ. ആര് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോകണം ഗൈസ്. അങ്ങനെ ഒരു വിധത്തിൽ രണ്ടെണ്ണത്തിനും കൂടെ അകത്ത് പെറുക്കിയിട്ട് പിന്നെ ചെക്കനെ ഇരുത്തി ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് നേരമൊക്കെ ഇരുത്തി പഠിപ്പിച്ച് പിന്നെ കുറേ സമയം മക്കളെ ഇരുത്തി പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പിന്നെ അവസാനം ടാറ്റാ ബൈബി പറഞ്ഞു. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാ, വരും പോലെ വരട്ടെ ഇച്ചിരി ചെക്കനെ പിറ്റേന്ന് എക്സാമിന് വിട്ടത് ഞാൻ. പിന്നെ എൻ്റെ പഠിപ്പിക്കൽ കണ്ടിട്ട് പിന്നെ അമ്മ പറഞ്ഞു ഇങ്ങനെയൊന്നല്ല, ഞാൻ ഭയങ്കര സൗമ്യമായി പഠിപ്പിക്കാൻ തന്നെ കുറച്ച് നേരം അമ്മയെ ഇരുത്തി പഠിപ്പിക്കേണ്ടി വരും. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇതിൽ സൗമ്യതേൻ്റെ കാര്യമൊന്നുമില്ല, ഇവൻ്റെ അടുത്ത് ആരായാലും അങ്ങനെ പോവില്ല എന്ന്. അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളുടേന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അടിപൊളി ചാനലാണ്, കയറി സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നിങ്ങളങ്ങ് ബൂസ്റ്റ് ചെയ്ത് സെറ്റ് ആവുന്നേ. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്.